Dear students, next topic is census and sampling. സെൻസസ് ആൻഡ് സാമ്പിളിംഗ് ആണ് അടുത്ത ടോപ്പിക്ക്. അതിൽ തന്നെ സാമ്പിളിംഗ് ടെക്നിക്കുണ്ട്. സാമ്പിളിംഗ് ടെക്നിക്കാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഓക്കെ, അപ്പോൾ സെൻസസ് എന്താണെന്ന് നമുക്കറിയാം. സെൻസസ് എന്താണ്? വെൻ data is to be collected from each member of the population. It is known as census survey. നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ നമ്മുടെ പോപ്പുലേഷനിൽ ഓരോ മെമ്പേഴ്സിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഡേറ്റ പോപ്പുലേഷനിലെ ഓരോ മെമ്പേഴ്സിൽ നിന്നും കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സെൻസസ് സർവേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പോപ്പുലേഷനിലെ എല്ലാ മെമ്പേഴ്സിൽ നിന്നും നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നില്ല. പകരം അതിൽ നിന്ന് കുറച്ച് പേര് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരിൽ നിന്ന് മാത്രം നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നുള്ളെങ്കിൽ അതിനെയാണ് നമ്മൾ സാമ്പിൾ സർവേ, അതായത് പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് പേര് സെലക്ട് ചെയ്യുന്നതിനെയാണല്ലോ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ സബ്സെറ്റ് ഓഫ് പോപ്പുലേഷനാണ് നമ്മളുടെ സാമ്പിൾ. ആ സാമ്പിൾസിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് സാമ്പിൾ സർവേ എന്ന് പറയുന്നത്. ഓക്കെ, when data is to be collected only from some members of the population, it is known as sample survey. Next, sampling നമുക്കറിയാം. സാമ്പിളിംഗ് എന്ന് പറയുന്നത് പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾസിനെ സെലക്ട് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. A few selected unit is called sample and the method of selecting the sample is called sampling. Okay, the process of the process of selecting sample from the universe or target population by researchers. ഇപ്പോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ പോപ്പുലേഷനിൽ നിന്ന് അപ്പോൾ നമ്മൾ എന്ത് കാര്യത്തെക്കുറിച്ചാണോ നമ്മൾ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പോപ്പുലേഷനിൽ നിന്ന്, ടാർഗറ്റ് പോപ്പുലേഷനിൽ നിന്ന് സാമ്പിളിനെ സെലക്ട് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിമെറിറ്റ്സ് ഓഫ് സാമ്പിളിംഗ് ടെക്നിക്ക്. സാമ്പിളിംഗ് ടെക്നിക്കിൻ്റെ ഡിമെറിറ്റ്സ് ആണ് ലെസ് ആക്യുറസി, മിസ്ലീഡിങ് കൺക്ലൂഷൻ, നീഡ്സ് ഫോർ സ്പെഷ്യലൈസ്ഡ് നോളജ്. ദെൻ സാമ്പിളിംഗ് ഈസ് നോട്ട് പോസിബിൾ ആയിട്ട് വരുന്നത് അപ്പോഴാണ്, അതായത് 100% ആക്യുറസി റിക്വയർഡ് ആകുമ്പോൾ നമുക്ക് സാമ്പിളിംഗ് നോട്ട് പോസിബിൾ ആണ്. കാരണം നമ്മൾ സെലക്ട് ചെയ്യുന്ന നമുക്ക് സ്റ്റഡി ചെയ്യേണ്ട കാര്യത്തിൽ നിന്ന് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ കുറച്ച് ഡേറ്റ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ളൂ. അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ 100% ആക്യുറസി ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് സാമ്പിളിംഗ് നോട്ട് പോസിബിൾ ആണ്. ദ പോപ്പുലേഷൻ ഈസ് ഹെറ്ററോജീനിയസ്. ഹോമോജീനിയസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ തന്നെയാണ് മറ്റതും എന്ന് പറയാൻ പറ്റുള്ളൂ. ഹെറ്ററോജീനിയസ് ആണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല. ഹോമോജീനിയസ് നമുക്കറിയാം, ഒരേപോലത്തെ ക്യാരക്ടറിസ്റ്റിക് വരുന്നുണ്ടെങ്കിലാണ് നമ്മൾ ഹോമോജീനിയസ് എന്ന് പറയുന്നത്. ഹെറ്ററോജീനിയസ് എന്ന് പറയുന്നത് ഓരോന്നിനും ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. ഓക്കെ, പോപ്പുലേഷൻ ഈസ് വെരി സ്മോൾ, അപ്പോൾ നമുക്ക് സാമ്പിളിംഗ് നോട്ട് പോസിബിൾ ആണ്. ദെൻ വൈ സാമ്പിൾ? നമ്മൾ ലാർജ് പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾസ് സെലക്ട് ചെയ്യാൻ കാരണം എന്താണ്? ഗെറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദി ലാർജ് പോപ്പുലേഷൻ. നമുക്ക് ലാർജ് പോപ്പുലേഷനാണ്, അപ്പോൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതിനെ കുറച്ചും കൂടി എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാമ്പിളിനെ സെലക്ട് ചെയ്ത് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് അതുപോലെ തന്നെയാണ് ലാർജ് പോപ്പുലേഷൻ്റെ കേസും എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളാണ് ഈ പറയുന്നത്. ലോവർ കോസ്റ്റാണ്, മോർ ആക്യുറസി ഓഫ് റിസൾട്ട്സ്, ഹൈ സ്പീഡ് ഓഫ് ഡാറ്റ കളക്ഷൻ, അവൈലബിലിറ്റി ഓഫ് പോപ്പുലേഷൻ എലമെൻറ്റ്സ്, ലെസ് ഫീൽഡ് ടൈം വെൻ ഇറ്റ്സ് ഇമ്പോസിബിൾ ടു സ്റ്റഡി ദ ഹോൾ പോപ്പുലേഷൻ. ഓക്കെ, അത് ജസ്റ്റ് വായിച്ച് കഴിയുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.
നെക്സ്റ്റ് സാമ്പിൾ വേഴ്സസ് സെൻസസ്. സാമ്പിളും സെൻസസും തമ്മിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് സാമ്പിളും സെൻസസും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ അതിൻ്റെ രണ്ടിനെയും കാര്യങ്ങളൊന്നും പറയാം. ഇപ്പോൾ സാമ്പിൾ എന്ന് പറയുന്ന സാമ്പിൾ ഓൺലി ഫ്യൂ യൂണിറ്റ്സ് ഓഫ് ദി പോപ്പുലേഷൻ ഈസ് സ്റ്റഡീഡ്. ആൻഡ് സെൻസസ് എന്ന് പറയുമ്പോൾ ഈച്ച് ആൻഡ് എവറി യൂണിറ്റ് ഓഫ് ദി പോപ്പുലേഷൻ ഈസ് സ്റ്റഡീഡ്. ഓക്കെ, then it is most suitable if the population is homogeneous. നേരത്തെ പറഞ്ഞിരുന്നു, homogeneous ആണെങ്കിൽ മാത്രമേ സാമ്പിൾ സ്റ്റഡി ചെയ്യാൻ പറ്റുള്ളൂ. then it is most suitable if the population is heterogeneous. heterogeneous ആണെങ്കിൽ സെൻസസ് പറ്റും. കാരണം എന്തുകൊണ്ടാണ്, നമ്മൾ സെൻസസിൽ ഓരോരുത്തരെ കുറിച്ചും അല്ലെങ്കിൽ ഓരോ പോപ്പുലേഷനിലുള്ള ഓരോ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഓരോ ഐറ്റത്തിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ചുള്ള ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. there is margin for error വരാൻ സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് മോർ ആക്യുറേറ്റ് ആയിരിക്കും, സെൻസസ് ആക്യുറേറ്റ് ആയിരിക്കും. ദെൻ ലെസ് ടൈം സാമ്പിൾ ടേക്ക് ലെസ് ടൈം മാൻ പവർ ആൻഡ് മണി. സെൻസസ് ടേക്ക് മോർ ടൈം മാൻ പവർ ആൻഡ് മണി. Next, this is smaller in proportion, this is much bigger in proportion. Okay, next method of sampling. Method of sampling നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും ആണ് വരുന്നത്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് സെലക്ടിങ് സാമ്പിളിംഗ്. നമ്മൾ പറഞ്ഞു സാമ്പിളിംഗ് എന്ന് പറയുന്നത് സാമ്പിൾസിന് സെലക്ട് ചെയ്യുന്ന ടെക്നിക്കാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഒരു സയൻറ്റിഫിക് മെത്തേഡാണ്. ഈച്ച് യൂണിറ്റ് ഓഫ് പോപ്പുലേഷൻ ഹാസ് ഈക്വൽ ചാൻസ് ഓഫ് സെലക്ഷൻ. ഓരോ യൂണിറ്റിനും ഈക്വൽ ചാൻസ് ഓഫ് സെലക്ഷനാണ് വരുന്നത്. Next, non-probability sampling. Non-probability sampling does not involve random selection and methods. അതിൽ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ ഇന്ന മെത്തേഡൊന്നും അല്ലെങ്കിൽ ഒരു പ്രോബബിലിറ്റി സാമ്പിളിംഗ് പോലെ ഒരു സയൻറ്റിഫിക് മെത്തേഡൊന്നും അല്ല നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. റാൻഡം സെലക്ഷനും പറ്റില്ല. നമ്മൾ മിക്കവാറും പ്രോബബിലിറ്റി പറയുമ്പോഴൊക്കെ റാൻഡം വേരിയബിൾ, റാൻഡം എലമെൻറ്റ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതായത് അതിൽ ഏത് എലമെൻറ്റിനും ഒരേ ചാൻസസ് വരുന്നതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. നോൺ പ്രോബബിലിറ്റിയിൽ അങ്ങനെ ഒരു ചാൻസസ് ഇല്ല. ദെൻ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആർ നോട്ട് ബേസ്ഡ് ഓൺ ദി റാഷണൽ ഓഫ് പ്രോബബിലിറ്റി തിയറി. പ്രോബബിലിറ്റി തിയറി ബേസ് ചെയ്യുന്നൊന്നുമില്ല. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്. പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ വരുന്നതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആൻഡ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. ഇതാണ് സിമ്പിൾ ടൈപ്സ് പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ വരുന്നത്. ഇപ്പോൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സാധാരണ പറയുന്ന പോലെ തന്നെ ലോട്ടറി മെത്തേഡ്, അല്ലെങ്കിൽ നമ്മൾ ഒരു റാൻഡംലി നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്യുന്നു. അതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. അത് സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് സാമ്പിളിംഗ് ആണ്. റാൻഡം നമ്പർ ടേബിൾ ഓർ ലോട്ടറി മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ വിച്ച് യൂണിറ്റ്സ് ആർ ടു ബി സെലക്റ്റഡ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് തന്നെ രണ്ട് ടൈപ്പാണ് വരുന്നത്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റും സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെൻറ്റും. ഇപ്പോൾ നമുക്ക് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റും വിത്ത് റീപ്ലേസ്മെൻറ്റും എന്താണെന്ന് പറഞ്ഞേക്കാം. നമ്മളുടെ കയ്യിലൊരു 5 ബോൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾക്ക് അതിൽ നിന്ന് 2 ബോൾ സെലക്ട് ചെയ്യുവാണ്. 2 ബോൾ നമ്മൾ സെലക്ട് ചെയ്യുവാണ്. നമ്മൾ ശരിക്കും ഇത് പ്രോബബിലിറ്റിയിൽ തന്നെ പഠിക്കുന്ന ഒരു കാര്യമാണ്. പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ വരുന്നതാണ്. ഇപ്പോൾ 2 ബോൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ 5 ബോൾസിൽ നിന്ന് ഒരു നമ്മളതിനെ നമ്പർ ചെയ്തു 1 2 3 4 5 എന്ന് നമ്പർ ചെയ്ത് ഞാൻ 1ഉം 2ഉം ഞാൻ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. 1ഉം 2ഉം ആദ്യം സെലക്ട് ചെയ്തു ഞാൻ 2 ബോൾ, ബാക്കി 3 ബോളുണ്ട്.
അടുത്ത സെലക്ഷനിൽ ഈ 2 ബോൾ മാറ്റിയിട്ട് ബാക്കി 3 എണ്ണത്തിൽ നിന്ന് 2 എണ്ണമാണ് സെലക്ട് ചെയ്യുന്നത്. അതാണ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. വിത്ത് റീപ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ 2 എണ്ണം സെലക്ട് ചെയ്തു, അടുത്ത പ്രാവശ്യം അടുത്ത ടൈമിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ സെലക്ട് ചെയ്ത ഈ 2 നമ്പറിന് 2 ബോൾസിന് വീണ്ടും അതിലേക്ക് തന്നെ കൊടുത്തിട്ട് നമ്മൾ വീണ്ടും 2 എണ്ണം നമുക്ക് എടുക്കാം. റാൻഡമായിട്ട് 2 എണ്ണം സെലക്ട് ചെയ്യാം. ഇത് തന്നെ സെലക്ട് ചെയ്യണമെന്നില്ല, 2 എണ്ണം നമുക്ക് റാൻഡമായിട്ട് സെലക്ട് ചെയ്യാം. അത് തന്നെയും വരാം. മനസ്സിലായോ? അതാണ് വിത്ത് റീപ്ലേസ്മെൻറ്റും വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, നെക്സ്റ്റ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേര് പോലെ തന്നെ നമ്മളൊരു സിസ്റ്റമാറ്റിക് വേയിൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുമായിരിക്കും. അതിൽ നിന്ന് ആ ഒരു രീതിയിൽ തന്നെ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കുറച്ച് ഐറ്റംസ് ഉണ്ട്, നമ്മൾ അതിനെങ്ങനെ അറേഞ്ച് ചെയ്യണം. 1 2 3 4 എന്നിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ 10 ഐറ്റംസ് ആണ്. 1 2 3 4 5 അപ് ടു 10 വരെ നമ്മൾ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുക. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ അതിലുള്ള എല്ലാ രണ്ടാമത്തെ ഐറ്റംസ് അല്ലെങ്കിൽ ഈവൻ പൊസിഷനിൽ ഇരിക്കുന്ന ഐറ്റംസ് നമ്മൾ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഓഡ് പൊസിഷനിലിരിക്കുന്ന ഐറ്റംസ് നമ്മൾ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ 3rd പൊസിഷനിലിരിക്കുന്ന ഐറ്റംസ്, 5th പൊസിഷനിലിരിക്കുന്ന ഐറ്റംസ്, അതായത് എല്ലാ 3rd പൊസിഷനിലും വരുമ്പോഴേക്കും ആ ഐറ്റം നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആ ടൈപ്പ് സാമ്പിളിംഗ് ആണ് നമ്മളുടെ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഒബ്റ്റെയിൻ ദ ഇൻഫർമേഷൻ from cards or register which are in the serial order. Okay. Next is stratified sampling. Stratified sampling എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹോൾ പോപ്പുലേഷനെ നമ്മൾ ഇപ്പോൾ 2 3 അല്ലെങ്കിൽ 2 അതിൽ കൂടുതലോ ഗ്രൂപ്പായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ആ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ട്രാറ്റ, ആ ഓരോ ഗ്രൂപ്പിനെയാണ് നമ്മൾ സ്ട്രാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ദ പോപ്പുലേഷൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 or more groups called strata according to some criterion such as geographical location, grade level, age, gender or income. അപ്പോൾ ഇതിനെല്ലാം ബേസ് ചെയ്തിട്ട് നമ്മളുടെ ഹോൾ പോപ്പുലേഷനെ നമ്മളിങ്ങനെ ഓരോ ഗ്രൂപ്പായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഈച്ച് സബ് സാമ്പിൾസ് ആർ റാൻഡംലി സെലക്റ്റഡ് ഫ്രം ഈച്ച് സ്ട്രാറ്റ. നമുക്ക് ഒന്നുകിൽ ആ സ്ട്രാറ്റയെക്കുറിച്ച് തന്നെ നമുക്ക് ഒരു സ്റ്റഡി ചെയ്യാം, അല്ലെങ്കിൽ ആ സ്ട്രാറ്റയിൽ നിന്ന് വീണ്ടും സാമ്പിൾസിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ സാമ്പിൾസിനെ കുറിച്ച് നമ്മൾക്ക് സ്റ്റഡി ചെയ്തിട്ട് അങ്ങനെയാണ് ആ സ്ട്രാറ്റയിലുള്ള എല്ലാ കാര്യങ്ങളും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഓരോ സ്ട്രാറ്റയിലും വരുന്ന എലമെൻസിനെല്ലാം ഹോമോജീനിയസ് ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും കേട്ടോ. എല്ലാം ഹോമോജീനിയസ് ആയിരിക്കണം. ഇപ്പോൾ ഏജ് ഗ്രൂപ്പിൻ്റെ ഒരു സ്ട്രാറ്റ, എന്താ പറയുക, ഇൻകം വരുന്നതെല്ലാം ഒരു സ്ട്രാറ്റയായിട്ട് അങ്ങനെ കളക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഹോമോജീനിയസ് ഗ്രൂപ്പായിരിക്കണം. ഈച്ച് സ്ട്രാറ്റം ഈസ് മോർ ഹോമോജീനിയസ് ദെൻ ദി ടോട്ടൽ പോപ്പുലേഷൻ. ദെൻ നെക്സ്റ്റ് വരുന്നത് stratified sampling results in more reliable and detailed information. ഓക്കെ, നമ്മൾ ഓരോ സ്ട്രാറ്റയുടെയും സബ് സാമ്പിൾസ് ആണ് നമ്മൾ എടുക്കുന്നത്, ഹോമോജീനിയസ് ആണ്, അപ്പോൾ മോർ റിലയബിൾ ആയിരിക്കും, ഡീറ്റെയിൽസ് ഇൻഫർമേഷൻ ആയിരിക്കും. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ വരുന്നതാണ് ജഡ്ജ്മെൻറ്റൽ സാമ്പിളിംഗ്, ആക്സിഡൻ്റൽ സാമ്പിളിംഗ്, കോട്ട സാമ്പിളിംഗ്, സീക്വൻസിങ് സാമ്പിളിംഗ്, കൺവീനിയൻസ് സാമ്പിളിംഗ്. ഓക്കെ, ജഡ്ജ്മെൻറ്റൽ സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഓഫ് റിസർച്ചേഴ്സ്. നമ്മൾ ഒരു കാര്യം ജഡ്ജ് ചെയ്ത് പറയില്ലേ, കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ട്
നമ്മൾ കുറേ നാൾ ആ കാര്യത്തിൽ തന്നെ പഴകിയ ഒരു കാര്യങ്ങളാണെങ്കിൽ മാത്രം നമുക്കതിനെക്കുറിച്ച് ഒന്ന് കാണുമ്പോൾ തന്നെ അതിനെ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് പറയണമെന്നില്ല, അത് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഔട്ട്കം ഇതാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് ജഡ്ജ്മെൻ്റ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. It is based on experience and qualification of researchers. This sampling is known as purposive sampling. If the researcher is experienced and experts, it is possible that judgment sampling may useful results. അത്രയ്ക്കും എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ് പറ്റുള്ളൂ, അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് സാമ്പിളിങ്ങിലും എറർ വരും കേട്ടോ. Next, accidental sample. The pedestrian are used as a sample in accidental. This is very economical. Next is quota sampling. Quota is directly proportional to the size of the stratum. നമ്മൾ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് പറഞ്ഞതുപോലെ തന്നെയാണ് ക്വാട്ട സാമ്പിളിങ്ങിലും വരുന്നത്. നെക്സ്റ്റ് sequencing sampling. Sequencing sampling is also known as acceptance of sampling. The sample is accepted when it confirms specification. Specification confirm ചെയ്യുമ്പോൾ നമ്മൾ ആ സാമ്പിൾസ് അക്സെപ്റ്റ് ചെയ്യും. Then fifth one, convenience sampling. Convenience sampling is telephone sampling. ടെലഫോണിൽ വിളിച്ച് ചോദിച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെലക്ട് ചെയ്യുന്നില്ലേ, അതാണ് ടെലഫോൺ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സാമ്പിൾ എറർ. സാമ്പിൾ എറർ എന്ന് പറയുന്നത് സിഗ്മ ബൈ √n ആണ്. സിഗ്മ ഈസ് എ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, n ഈസ് ദി നമ്പർ ഓഫ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ സാമ്പിൾ സൈസ്. ഇഫ് സാമ്പിൾ സൈസ് ഈസ് ലെസ് ദാൻ then chance of error will be more. സാമ്പിൾ സൈസ് ലെസ് ആണെങ്കിൽ എറർ കൂടാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ ഒരു ലാർജ് പോപ്പുലേഷനിൽ നിന്നാണ് നമ്മൾ സാമ്പിൾസിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ലാർജ് പോപ്പുലേഷനും സാമ്പിൾസും തമ്മിലുള്ള പ്രൊപ്പോർഷൻ നോക്കുമ്പോൾ സാമ്പിൾസിൻ്റെ എണ്ണം വളരെ സ്മോൾ ആണെങ്കിൽ അവിടെ ഈ സാമ്പിൾസിൻ്റെ അതേ ഇത് തന്നെ ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ അതേ ഔട്ട്കം തന്നെയാണ് അല്ലെങ്കിൽ ആ കൺക്ലൂഷൻ തന്നെയായിരിക്കും ഹോൾ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ എറർ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മളൊരു എന്താ പറയുക, ഏകദേശം ഒരു പ്രൊപ്പോർഷണലായിരിക്കണം നമ്മൾ എടുക്കുന്ന സാമ്പിൾസിൻ്റെ ഒരു കൂടാനും പാടില്ല, ഒത്തിരി കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. If sample size more, then there will be more wastage and uneconomical. അപ്പോൾ സാമ്പിൾ സൈസ് വളരെ കൂടുതലാണെങ്കിൽ അത് നമുക്ക് ഹോൾ പോപ്പുലേഷൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മളുടെ അൺഎക്കണോമിക്കലും ആയിരിക്കും, വേസ്റ്റേജ് ഓഫ് ടൈം ആയിരിക്കും, മാൻ പവർ ആയിരിക്കും, വേസ്റ്റേജ് ഓഫ് ടൈം ആൻഡ് മാൻ പവർ. Therefore, optimum size of samples will be selected. അതുകൊണ്ട് ഒരു ഒപ്റ്റിമം സൈസ് ഓഫ് സാമ്പിൾസ് ആയിരിക്കണം നമ്മൾ സാമ്പിളിങ്ങിന് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് സെൻസസ് സാമ്പിളിംഗ് എന്താണെന്നാണ് പറഞ്ഞത്. അതിൽ സാമ്പിളിംഗ് ടെക്നിക്ക് പറഞ്ഞിരുന്നു, പ്രോബബിലിറ്റി സാമ്പിളിങ്ങും നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും. ഓക്കെ, താങ്ക് യു.